നമുക്കൊരു കുക്കർ ബിരിയാണി കഴിക്കാൻ പോയാലോ? അങ്ങനെ കുക്കർ ബിരിയാണി കഴിക്കണമെന്ന മോഹവുമായി ഞങ്ങൾ എത്തിയത് ഇമ്മവാര ദൽജൂതിലായിരുന്നു. രണ്ടുപേരും 2 വണ്ടിയിലായിട്ടാണ് വന്നത്. ബിക്കോസ് വാവയുള്ളത് കൊണ്ട് അതേ നടക്കുകയുള്ളൂ. ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റിനകത്ത് മജ്ലിസ് സീറ്റിംഗ് ആണ് ഓപ്റ്റ് ചെയ്തത്. നോർമൽ സീറ്റിംഗും അവൈലബിൾ ആണ്. ഈ റെസ്റ്റോറൻറ്റിൽ ഒരുപാട് അറബിക് ഡിഷസ് ആണ് കേട്ടോ ഉള്ളത്. മന്തി, മദ്ഫൂൻ, മഖ്ദൂദ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ആദ്യം തന്നെ അവർ സൂപ്സ്, സാലഡ്സ്, അതുപോലെ തന്നെ മന്തിയുടെ സൈഡ് ഡിഷസ് ആയിട്ടുള്ള ഐറ്റംസ്, പിന്നെ ഒരു വെൽക്കം ഡ്രിങ്കും കൊണ്ടു തന്നു. ദ സൂപ്പ് വാസ് ആക്ച്വലി ക്വൈറ്റ് ഫ്ലേവർഫുൾ. വളരെ കംഫർട്ടിങ്, സൂതിങ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരുന്നു ഉണ്ടായത്. അങ്ങനെ ഞങ്ങൾ മാത്രം സൂപ്പും ജ്യൂസും കുടിച്ചാൽ ശരിയാവുമോ? നമ്മുടെ നന്നുകുട്ടിക്കും കൊടുത്തു എ സ്മോൾ സ്പൂൺ ഓഫ് വാട്ടർമെലൺ ജ്യൂസ്. അങ്ങനെ ദേ വന്നു നമ്മുടെ കുക്കർ മന്തി. കാണുമ്പോൾ ഒരുപാട് ലിക്വിഡി ആയി പോയല്ലോ എന്ന് തോന്നുമെങ്കിലും അതൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് കിട്ടുന്നത്. ആ മീറ്റും വെജിറ്റബിൾസും റൈസും എല്ലാം കൂടെ നല്ലോണം കുക്കായിട്ട് മെൽറ്റ് ഇൻ ദ മൗത്ത് ടെക്സ്ചറാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ഫ്ലേവർ ആണെങ്കിലും അടിപൊളിയാണ്. കുക്കർ തുറക്കുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടെന്ന് തോന്നുമെങ്കിലും പ്ലേറ്റിലേക്ക് അത് മാറ്റിക്കഴിയുമ്പോൾ കറക്റ്റ് ക്വാണ്ടിറ്റിയാണ്. ഒരു 2-3 പേർക്ക് നല്ല സുഖമായിട്ട് കഴിക്കാൻ പറ്റും. ലെറ്റ് മീ ക്വിക്ക്ലി ഷെയർ സംതിങ് അബൌട്ട് മൈസെൽഫ്. ഞാനൊരു ഫുഡിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് പുതിയ പ്ലേസസ് എക്സ്പ്ലോർ ചെയ്യാനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വിസീൻസ് ട്രൈ ചെയ്യാനും അതുപോലെ തന്നെ എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം എൻ്റെ കൂടെയുള്ള ചുറ്റുമുള്ള ആളുകളെയൊക്കെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് ട്രൈ ചെയ്യിക്കാനൊക്കെ ദർസ് എ ക്വൈറ്റ് കൈൻഡ് ഓഫ് ജോയ് ഇൻ ദാറ്റ്. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അറബിക് സ്വീറ്റ് ആയ ലുഖേമത്തും വന്നു, അറബിക് കാവ്യം വന്നു. അപ്പോൾ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദിസ് വീഡിയോ. അൺടിൽ നെക്സ്റ്റ് ടൈം, ബൈ.